ഹായ് അമ്മ, എന്തിനാ മാത്സ് പഠിക്കുന്നത്? നമ്മൾ സ്കൂളിൽ മാത്സ് പഠിക്കുന്നത് വെറും മാർക്കിന് വേണ്ടി മാത്രമല്ല. മാത്സ് നമ്മൾ ലൈഫിൽ യൂസ്ഫുൾ ആവുന്നുണ്ട്. എവിടെയൊക്കെയാണ് മാത്സ് ലൈഫിൽ നമ്മൾ ആദ്യം തന്നെ നമ്പേഴ്സാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്പേഴ്സ് കൗണ്ട് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഷോപ്പിൽ പോയി ഒരു സാധനം വാങ്ങണം. അത് എത്രയുണ്ട്, ഒരു ചോക്ലേറ്റ് വാങ്ങണം. ആ ചോക്ലേറ്റ് എത്രയുണ്ടെന്ന് കൗണ്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയൂ. അതുപോലെ നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ റിട്ടേൺ തരുന്നത് കറക്റ്റാണോ എന്നറിയണമെങ്കിൽ നമ്മൾ മാത്സ് പഠിക്കണം. നമ്പേഴ്സ് എഡിഷൻ പഠിക്കണം, സബ്ട്രാക്ഷൻ പഠിക്കണം. അതുപോലെ കുറേ സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ സെയിം ഇതുള്ളതാണെങ്കിൽ അതിന് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കണം. അതൊക്കെയാണ് മാത്സ്. അതുപോലെ നമ്മളെ ലൈഫിൽ ഏറ്റവും യൂസ്ഫുള്ളാണ് ഇൻഡിജേഴ്സ്, പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ പഠിക്കുന്നത്. അതായത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ നമ്പേഴ്സ് പഠിക്കുന്നു. നമ്പേഴ്സ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4. അപ്പം നമ്മൾ എന്ത് കാര്യവും സ്റ്റാർട്ടിങ് 1ൽ നിന്ന് തുടങ്ങുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ലൈഫിൽ എന്തെങ്കിലും ന്യൂ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, നമ്മളത് 1ൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എത്ര ഉയരത്തിൽ വേണമെങ്കിലും എത്താൻ കഴിയും, പോസിറ്റീവായിട്ട് ചിന്തിച്ചു കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ. ഓക്കെ. അതുപോലെ നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സ്, പോസിറ്റീവ് നമ്പേഴ്സ്. അതായത് നമ്മളെല്ലാവരും ലൈഫിലും ഒരു നെഗറ്റീവിന് ഒരു പോസിറ്റീവ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നെഗറ്റീവ് വരുമ്പോൾ ഡൗൺ ആയാലും ഒരു പോസിറ്റീവ് നെക്സ്റ്റ് വരാനുണ്ട് എന്ന് ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെയുള്ള മാത്സിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ്, പോസിറ്റീവ് നമ്പേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്, അത് സെപ്പറേറ്റ് ചെയ്യേണ്ടത്, അത് നമ്മൾ നന്നായി സെപ്പറേറ്റ് ചെയ്യാൻ പഠിക്കും. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്നതാണ് പോയിൻസുകൾ. ഇങ്ങനെ പല കാര്യങ്ങൾ അതുപോലെ നമ്മൾ എന്താ പറയുക, ഡ്രോയിങ്സ് അതിലും നമ്മൾ എന്താണ് അപ്പ് ആൻഡ് ഡൗൺസ്, നമ്മൾ ലൈഫിലും അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അതൊക്കെയാണ് മാത്സ് കൊണ്ടുള്ള ഉപയോഗങ്ങൾ.